അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട ഡിഫൻസ് അപ്ഡേറ്റ്സ് ആണ്. ഒന്നാമത്തത് റഷ്യനെയും ഇറാനെയും കുറിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തത് ബംഗ്ലാദേശും അദാനിയും തമ്മിലുള്ളൊരു സബ്ജക്റ്റാണ്. ഒന്നാമത്തെ വിഷയത്തിലോട്ട് കടക്കുമ്പോൾ ഈ അടുത്തായിട്ട് നിരന്തരമായിട്ട് ഇറാനിൽ റഷ്യൻ എയർക്രാഫ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്തായിട്ട് കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റായ AN-124 എന്ന എയർക്രാഫ്റ്റും ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ പ്രത്യേകത നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു എയർക്രാഫ്റ്റിൽ വേറൊരു അറ്റാക്കിംഗ് എയർക്രാഫ്റ്റിനെയോ അല്ലെങ്കിൽ ഡിഫൻസ് സിസ്റ്റത്തിനെയോ മൊത്തത്തിൽ വഹിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ എയർക്രാഫ്റ്റിൽ കൃത്യമായിട്ട് എന്താണെന്നുള്ള വിവരമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ വിഷയം നമ്മൾ നോക്കുമ്പോൾ ബംഗ്ലാദേശിൻ്റെ മുഖത്തോട്ട് വലിയൊരു അടി തന്നെ കിട്ടി എന്ന് തന്നെ പറയാമോ. കാരണം അദാനി ലണ്ടൻ കോസ്റ്റിൽ ബംഗ്ലാദേശിനെതിരെ ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് ബംഗ്ലാദേശ് അദാനിക്ക് $854 മില്യൺ കൊടുക്കാണ്ട് എന്ന് കാണിച്ചാണ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുള്ളത്. ബംഗ്ലാദേശ് പവർ ബോർഡാണ് ഇത് കൊടുത്തിട്ടില്ല എന്ന് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബംഗ്ലാദേശിന് വലിയൊരു നാണക്കേടായി മാറിയിരിക്കുകയാണ്. കാരണം ആ രാജ്യം അങ്ങനത്തെ വലിയ തകർച്ചയിലോട്ടാണ് പോകുന്നത്. അമേരിക്കയുടെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെയും ഇൻ്റലിജൻസ് ആ രാജ്യത്തെ വലിയൊരു തകർച്ചയിലോട്ട് തന്നെയാണ് മുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അത്രയേ ഉള്ളൂ.